നോക്കടി, ആ രണ്ടെണ്ണവും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക്. അവളൊന്ന് ചിരിച്ചു മാറ്റി വിളിച്ചപ്പോഴേക്കും ഓടി വന്നേക്കുന്നു അവൻ. ഗൗരി, അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അതാവും അവൻ വന്നത്. അജു, അങ്ങോട്ടും നോക്കടാ, ആരാ വന്നിരിക്കുന്നേന്ന്. ഗൗരി എത്തിയോ? നീ എന്താ ഗൗരി അവൻ വിളിച്ചിട്ട് മിണ്ടാത്തത്? ഞാനെന്തിനു മിണ്ടണം? അവൻ എന്റെ ബർത്ത്ഡേക്ക് ഒന്നും അല്ലല്ലോ വന്നേക്കുന്നത്. നീ ഇങ്ങനെ പിണങ്ങാതെ ഗൗരി. നീ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കണ്ട, അവൾ കാണാത്ത പോലെ അപ്പുറത്തേക്ക് നോക്കി നിൽക്ക്. ഞാൻ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് അവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ ഇങ്ങോട്ട് തിരിയാനാ? ഓ ചിത്ര, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ആ ശരി. എന്ത് ശരി? എന്നിട്ട് നീ അങ്ങോട്ട് തന്നെയാണല്ലോ നോക്കി നിൽക്കുന്നത്. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. അവരെന്തായാലും വിചാരിച്ചു മനഃപൂർവ്വം അങ്ങോട്ട് തിരിഞ്ഞു നിന്നതാണെന്ന്. വിചാരിച്ചോട്ടെ, അതിന് നീ എന്തിനാ പേടിക്കുന്നേ? ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്നതല്ലേടി അവര്. നീ ഇപ്പൊ അങ്ങോട്ട് നോക്കണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഹലോ ഗൗരി, ഇതെന്ത് രണ്ടുപേരും കണ്ടിട്ടും കാണാത്തത് പോലെ? ഗൗരി, ഞാൻ നോക്കട്ടെ? വേണ്ട. ഗൗരി, ഈ ചുരിദാറിൽ ഗൗരി സുന്ദരിയായിരിക്കുന്നു. ഗൗരി, ഞാൻ തിരിയട്ടെ? ഇവളിതെന്താ ഒന്നും വേണ്ടാത്തത്? ഗൗരി, അത് ശരി, എന്നോട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് നീ അത് പിന്നെ ഞാൻ അറിയാതെ നോക്കിപ്പോയതാ. അറിയാതെ നോക്കിപ്പോയി. ഗൗരി, നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ പോവാ. ഇനി ഞാൻ നോക്കൂല. നിത്യ, കിടലുക്ക് അല്ലളിയാ. ഹായ്. ഓഹോ, ഞാൻ ആരോട് പറയാനാ? ഇവനിതൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇവനിപ്പോഴും ഗൗരിയെ നോക്കി നിൽപ്പാണല്ലോ. ഇവിടെ നടക്കുന്നതൊന്നും അവൻ അറിഞ്ഞിട്ടേയില്ല. നിത്യ സൂപ്പർ. താങ്ക് യു. കണ്ടോടി അവരുടെ ഒരു ഗമ. അതെ അതെ, സിനിമയിലെ വില്ലത്തികൾ വരെ തോറ്റുപോകും. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാനാ നമ്മളെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അല്ലാതെ പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇന്ന് നീ എന്തൊക്കെ കാണേണ്ടി വരും? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് നിന്നോട് ഞാനില്ലാന്ന്. ഓ എന്റെ പൊന്നു ഗൗരി, ഇനി എവിടെ നിന്ന് പോകുന്നത് വരെ ഇത് തന്നെ പറഞ്ഞേക്കണം നീ. പിന്നെ പറയാതെ എനിക്ക് വയ്യ അവളുടെ ജാട കാണാനായിട്ട്. നീ ഒന്ന് ക്ഷമിക്കടി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ വൈകിയില്ലല്ലോ. ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല, ഞങ്ങള് കാത്തിരുന്നോളാം. ഓ, അവന്റെ ഒരു ഒലിപ്പീര്. മേക്കപ്പ് മാൻ വരാൻ നീ കുറച്ച് ലേറ്റായി, അതാ. വൈകിയാലും നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ നീ. അത് പിന്നെ സൗന്ദര്യം എനിക്ക് വേണ്ട പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് മേക്കപ്പ് മാൻ വൈകിയാലും കുഴപ്പമൊന്നുമില്ല. വിക്രം, ഈ തിരക്കിനിടയിൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ വിക്രം? എന്താ? നീ കാര്യം തെളിച്ചു പറ. നീ എന്റെ ഇടതുവശത്തോട്ടം നോക്ക്, അപ്പം നിനക്ക് കാര്യം മനസ്സിലാവും. എന്തുവാടാ? നീയൊന്ന് നോക്ക്. അർജുൻ? അതെ, കുറെ നേരമായി ആ നിൽപ്പ് തുടങ്ങിയിട്ട്. അപ്പുറത്ത് ഗൗരിയുമുണ്ട്, നീ നോക്ക്. അവളെ ഞാൻ കണ്ടിരുന്നു. അവനിട്ട് നല്ലൊരു പണി തന്നെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവൻ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടത്തില്ല. ഹലോ എവരിവൺ, എന്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയ ആളാണ് ഈ കേക്ക് മുറിക്കാൻ എന്റെ കൂടെ നിൽക്കേണ്ടത്. അതാരാണെന്ന് ഞാൻ പറയട്ടെ? സംശയമെന്താ, അർജുൻ തന്നെയാവും. കുറെ കാലമായല്ലോ അവന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ചിത്ര, ഞാൻ പോകുന്നു, നീ വരുന്നോ? ഒന്ന് അടങ്ങി ഗൗരി നീ. വീണം, ഞങ്ങൾക്ക് അറിയണം, ഞാനാണോ? ഹേ അല്ലല്ല, ഞാനല്ലേ നിത്യ. എന്നാലും ഇവൾ അർജുന്റെ പേര് പറയുമോ? ആ പേര് ഞാനിതാ ഇപ്പോൾ തന്നെ പറയാൻ പോവുകയാണ്. ഓ, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് വയ്യ ഗൗരി. അർജുൻ, അർജുൻ കം ഓൺ സ്റ്റേജ്. ചിത്ര, ചിത്ര. എന്താ ഗൗരി? എനിക്ക് വയ്യ ചിത്ര ഇതൊന്നും കാണാൻ. നമുക്ക് പോവാടി. നീ ഒന്ന് ചുമ്മാ അതിരി ഗൗരി. അവൾ അർജുന്റെ പേര് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അർജുൻ അവൻ എന്താ ചെയ്യാന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതുകൂടി കണ്ടിട്ട് പോയാ മതി. എനിക്ക് വയ്യ ചിത്ര, എന്തോ പോലെ തലവേദന എടുക്കുന്നു. അവൾ എന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടോ നീ? എന്തോ കളിയാക്കി ചിരിക്കുന്നത് പോലെയുണ്ട്. ഞാനും കണ്ടു. അർജുന്റെ
ഗൗരി അവളിപ്പോൾ കരയുമെന്ന് തോന്നുന്നത്. എനിക്ക് വേണ്ടതും അത് തന്നെയല്ലേ, അവളുടെ കണ്ണുനീർ. അവളുടെ കണ്ണുനീർ കണ്ടിട്ടേ ഈ നിത്യ അടങ്ങൂ. അർജുൻ, അവൻ എന്റേതാ. അതാ അവൾ തട്ടിയെടുക്കാൻ നോക്കുന്നത്. ഞാനിങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് അവൾ ഒരിക്കലും കരുതണ്ട. അതിനു വേണ്ടി മാത്രം, അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവളെ ഞാൻ ഈ പാർട്ടിക്ക് വിളിച്ചത്. ഞാനും അർജുനും കേക്ക് മുറിക്കുന്നത് കണ്ട് അവൾ അവിടെ കണ്ണീർ വാർക്കണം. അത് കണ്ടിട്ട് വേണം എനിക്കും അർജുനും കൂടി കേക്ക് മുറിക്കാൻ. അവളുടെ വിചാരം അവൾ വലിയ ലോക സുന്ദരിയാണെന്നാ. അത് ഞാനിന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. ഈ നെറ്റിയുടെ മുന്നിൽ അവൾ വെറും വട്ടപ്പൂജ്യം. അതിന്ന് ഞാൻ അവൾക്ക് തെളിയിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിലും ഇത്രയും സൗന്ദര്യമുള്ള എന്നെ വിട്ട് അവൻ എന്തിനാ ആ ഉണ്ടക്കണ്ണിയെ? മത്തങ്ങ മൂക്കും വട്ടത്തലയും കണ്ടേച്ചാലും മതി അവളെ. പിത്തത്തടിച്ചി. ഇപ്പൊ കണ്ടോ, അവൾക്ക് സങ്കടം വന്നപ്പോ അവളുടെ മുഖം ഒന്നുകൂടി തടിച്ചു ഉരുണ്ടു കൂടിയിട്ടുണ്ട്. അല്ല അർജുൻ, അവനെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. അവൻ ഇതുവരെ വന്നില്ലല്ലോ. അർജുൻ, കം ഓൺ. അത് ശരി, അർജുൻ. നിത്യ അവിടെ കിടന്ന് കാറ് വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ഹോ, നിത്യ. അർജുൻ, കം ഓൺ. ചിത്ര, അർജുൻ അവളുടെ കൂടെ കേക്ക് മുറിക്കുവാൻ പോകുമോ? നീ ഒന്ന് സമാധാനമായിരിക്കുക ഗൗരി. എനിക്കാകെ വയ്യ.